പാഠപുസ്തകങ്ങൾ അച്ചടിക്കാൻ നിലവാരം കുറഞ്ഞ കടലാസ് വാങ്ങിയെന്ന പരാതിയെ തുടർന്ന് കാക്കനാട് KPPSൽ വിജിലൻസ് പരിശോധന. കോട്ടയം വെള്ളൂർ ന്യൂസ് പ്രിന്റ് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഗുണനിലവാരം കുറഞ്ഞ കടലാസുകളാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. സ്കൂൾ പാഠപുസ്തകങ്ങൾ അച്ചടിക്കാൻ നിലവാരം കുറഞ്ഞ കടലാസ് വാങ്ങിയെന്ന പരാതിയിലാണ് കാക്കനാട് KPPSൽ വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് ലാബിൽ പരിശോധിച്ചപ്പോൾ കടലാസിന് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തി. 2018 മുതൽ ഗുണനിലവാരം കുറഞ്ഞ കടലാസ് ഉപയോഗിച്ചതിലൂടെ കോടികളുടെ നഷ്ടം ഉണ്ടായതായാണ് കണ്ടെത്തൽ. ഓരോ തവണയും വൻകിട കമ്പനികളിൽ നിന്ന് കടലാസ് വാങ്ങുമ്പോൾ ഗുണനിലവാരം പരിശോധിക്കണമെന്നാണ് ചട്ടം. KPPSൽ ഇത് പാലിച്ചില്ല. കഴിഞ്ഞ വർഷം മാത്രം പാഠപുസ്തകം അച്ചടിക്കാൻ 24,82,00,000 രൂപയുടെ കടലാസാണ് വാങ്ങിയത്. അച്ചടി സമയത്ത് കടലാസ് തുടർച്ചയായി പൊട്ടിപ്പോകുന്ന ശ്രദ്ധയിൽപ്പെട്ട തൊഴിലാളികളാണ് ആദ്യം മാനേജ്മെന്റിനെ വിവരമറിയിച്ചത്. തുടർ നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് വിഷയം സർക്കാരിന്റെ മുന്നിലെത്തിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ പ്രതിയാക്കി കേസെടുത്തേക്കുമെന്ന സൂചനയാണ് വിജിലൻസ് നൽകുന്നത്. സ്കൂൾ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ അച്ചടിക്കാനുള്ള പേപ്പർ വാങ്ങിയതിൽ ആരുടെയൊക്കെ കയ്യിൽ അഴിമതിയുടെ മഷി പുരണ്ടിട്ടുണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. S. ശ്യാംകുമാർ, 24, കൊച്ചി.